നേരം വൈകി, ഞാൻ ഉറങ്ങും കേട്ടോ. അല്ലേ ശാരദമ്മയോ? ആ അഭിമോളെ, എന്തമ്മായി ഒരു വാക്ക് വരണ കാര്യം നേരത്തെ പറയാണ്ടിരുന്നേ? അറിഞ്ഞിരുന്നേ ഞാൻ ലീവ് എടുക്കൂലായിരുന്നു. അത് കുഴപ്പമില്ല എന്റെ കുട്ടിയെ. എന്റെ അമ്മായി ആകെ ക്ഷീണിച്ചു പോയല്ലോ. ക്ഷീണോ? പ്രായമായി വരെയല്ലേ, അതിന്റെയാ. ഞാൻ വൈകിട്ട് വരണേന് മുന്നേ അമ്മായി പോകില്ലല്ലോ അല്ലേ? ഞാൻ വന്നിട്ട് നമുക്ക് ഒരുപാട് സംസാരിക്കായിരുന്നു. അമ്മായി ഇവിടെ തന്നെ ഉണ്ടാവും. എന്റെ കുട്ടി പോയിട്ട് വാ. അമ്മായി, എന്റെ കുട്ടി എന്നും നന്നായി വരും. അനുഗ്രഹിക്കണം. ശരി എന്നാ വൈകിട്ട് വരുമ്പോ കാണാവേ. ഓ, എന്ത് നല്ല മോളാ. തെക്കേടുത്ത രാഘവന്റെ മൂത്ത മുല്ലാട്ടോ. അവന് വേണ്ടി അഭിമോളെ ആലോചിക്കണം. കൊള്ളാം, അവര് തമ്മിൽ ചേരും. അഭിമോക്കാണെങ്കിൽ ഒരു കുടുംബത്തിൽ കയറി ചെല്ലാനുള്ള അടക്കവും തുക്കവും വിനയവും എല്ലാം ഉണ്ട്. ഓ, ദേ വരുന്നുണ്ട് അടുത്തോർ. എന്റെ ഷൂസ് കണ്ടായിരുന്നോ? ഹായ് അമ്മായി. അമ്മായി എപ്പോഴാ വന്നേ? ഞാൻ വന്നിട്ട് 19 കൊല്ലമായി. കാലം പോലും തിരിഞ്ഞു നോക്കത്തില്ലെന്നറിയാം. എനിക്ക് ഇപ്പുറത്ത് പോയിട്ട് കുറച്ച് അത്യാവശ്യ തിരക്കുകൾ ഉണ്ടായിരുന്നു. അമ്മായി എന്നാ അമ്മയുടെ അടുത്ത് പോയിട്ട് കുറച്ച് കുറ്റവേഷണൊക്കെ പറഞ്ഞോണ്ടിരിക്കേ. ഞാൻ എന്നാ ചെല്ലട്ടെ. എന്നാലും ജലജയ്ക്ക് ശ്രീധരനും ഇങ്ങനെ തലതെറിച്ചൊരു സാധനം ഉണ്ടായിരുന്നു.